ആന്ധ്രയിലെ എല്ലൂരിൽ നിന്ന് കോടമ്പക്കത്തേക്ക് വണ്ടി കയറുമ്പോൾ വിജയലക്ഷ്മി എന്ന പെൺകുട്ടി കരുതിയിരിക്കില്ല ഒരു കാലഘട്ടത്തിലെ യൗവനത്തിന്റെ മുഴുവൻ സ്വപ്ന നായികയാവുമെന്ന്. വിജയലക്ഷ്മിയിൽ നിന്ന് സ്മിതയിലേക്ക്, അവിടെ നിന്ന് സിൽക്ക് സ്മിതയിലേക്ക് രൂപാന്തരപ്പെട്ടപ്പോൾ അവൾ ചേക്കേറിയത് യുവാക്കളുടെ ഹൃദയത്തിലേക്കാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ട ഒരു മാർഗം മാത്രമായിരുന്നു വിജയലക്ഷ്മിക്ക് കോടമ്പക്കത്തെ സിനിമാ സെറ്റുകൾ. കാമത്തിന്റെ മാത്രം പ്രതീകമായിരുന്നില്ല സ്മിത, അവളോടൊപ്പം രമിക്കാൻ മാത്രമായിരുന്നില്ല പലരും ആഗ്രഹിച്ചത്. 80കളിലും 90കളിലെ യൗവനം ആഗ്രഹിച്ചിരുന്നത് അവളെ സ്വന്തമായി കിട്ടാനും കൂടിയായിരുന്നു. ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കാൻ പോലും പലരും ആഗ്രഹിച്ചിരുന്നു. സിൽക്ക് സ്മിതയ്ക്ക് ഒരു ജീവിതം നൽകാൻ മോഹിക്കാത്തവർ ആരും ഉണ്ടായിരുന്നില്ല. അവൾ കടിച്ച ആപ്പിളിന്റെ ലേലത്തിന് എത്ര തുക കൊടുക്കാനും അവർക്ക് മടിയുണ്ടായിരുന്നില്ല. ജീവിച്ചിരുന്നപ്പോൾ സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്നിട്ടും ആഘോഷിക്കപ്പെടാതെ എന്നാലും മരണശേഷം ആഘോഷിക്കപ്പെട്ട കലാകാരി. സിൽക്ക് സ്മിതയെ പോലെ ഈ വിശേഷണത്തിന് അനുയോജ്യമായ മറ്റൊരാൾ തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടാവത്തില്ല. 4ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നവളാണ് സ്മിത. 1978 കന്നഡ ചിത്രമായ ബെഡിയിൽ മുഖം കാണിച്ചാണ് സിനിമയിൽ അരങ്ങേറ്റം. 1979 വണ്ടിച്ചക്രം എന്ന തമിഴ് ചിത്രത്തിൽ സിൽക്ക് എന്ന കഥാപാത്രമായി കരിയർ ബ്രേക്ക് ആയത്. സ്മിതയുടെ സാന്നിധ്യം സിനിമകൾക്ക് മിനിമം ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു കാലമാണ് പിന്നീടുണ്ടായത്. സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിലെ പോലും സിൽക്ക് സ്മിത ഒരു അവിഭാജ്യ ഘടകമായി. ഒരു ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടാൻ പോലും സിൽക്ക് സ്മിത അന്ന് വാങ്ങിയത് ആ ചിത്രങ്ങളിലെ നായകന്മാരെക്കാൾ കൂടുതൽ പ്രതിഫലമാണ്. 1.5 പതിറ്റാണ്ട് കാലം സിൽക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളായി. ശരീരം കൊണ്ടുള്ള അനായാസ ചൂടുകൾ, കണ്ണിലെ കനൽ കൊണ്ടും തിരശ്ശീലെ തീ പൊഴിച്ച സ്മിത 17 വർഷം കൊണ്ട് അഭിനയിച്ച 450ലേറെ സിനിമകളിലാണ്. ഒടുവിൽ സ്വയം മരണം തെരഞ്ഞെടുത്തപ്പോൾ അവരുടെ മൃതദേഹത്തിന് ചുറ്റും തടിച്ചൂടാൻ പക്ഷെ ആരും ഉണ്ടായില്ല. 36ാം വയസ്സിലായിരുന്നു അത്. 1996 സെപ്റ്റംബർ 23 കോടമ്പാക്കത്തെ വസതിയിലാണ് സ്മിത തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ ആണെന്ന് വിവിധ പരിശോധനകൾ സ്ഥിരീകരിച്ചു. പക്ഷേ എന്തിന് എന്ന വലിയ ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം ഉണ്ടായിരുന്നില്ല അന്നും ഇന്നും. സിൽക്ക് സ്മിതയുടെ ഡേറ്റിനായി ക്യൂ നിന്നവർ ചിത്രങ്ങൾ കാണാൻ ആദ്യ ദിനം തിയേറ്ററിൽ ഇരിച്ചെത്തിയവരും അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയില്ല. ഒരു അനാഥ ശവം പോലെ അവൾ ആ മദുരാശി നഗരത്തിൽ എവിടെയോ അലിഞ്ഞു ചേർന്നു. ഒരു വ്യക്തി എന്ന നിലയിലും കലാകാരി എന്ന നിലയിലും സിൽക്ക് സ്മിത പരിഗണിക്കപ്പെട്ടു തുടങ്ങിയത് അധികകാലം ആയിട്ടില്ല. ഹിന്ദിയിലും കന്നഡയിലും മലയാളത്തിലും സ്മിതയുടെ ജീവിതം പ്രചോദനമായി സിനിമകൾ വന്നു. ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്ന ആ ജീവിതം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഉണ്ടായ കാരണം മാത്രം പ്രേക്ഷകർ ഇപ്പോഴും അജ്ഞാതമാണ്. വിദ്യാഭ്യാസം കുറവായിരുന്നിട്ട് പോലും ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സ്മിതയുടെ കഴിവ് സഹപ്രവർത്തകർ പോലും അമ്പരിപ്പിച്ചിരുന്നു. നാട്ടിൻ പുറത്തു നിന്ന് വന്ന വിദ്യാഭ്യാസം കുറവ് ഒരു പെൺകുട്ടി ഒരു സിനിമാ താരത്തിന്റെ എല്ലാ പ്രൗഢിയിലേക്കും എത്തിക്കാൻ പ്രാപ്തരാക്കിയത് വിനു ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയും തന്നെയായിരുന്നു നിസ്സംശയം പറയാം. 1980 തമിഴിൽ പുറത്തിറങ്ങിയ വണ്ടിച്ചക്രം എന്ന ചിത്രമാണ് സ്മിതയുടെ കരിയർ ബ്രേക്കായതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ ചിത്രത്തിൽ കഥാപാത്രത്തിന്റെ പേര് സിൽക്ക് എന്നായിരുന്നു. വളരെ മോശം സ്വഭാവമുള്ള സിൽക്ക് എന്ന കഥാപാത്രം പിന്നീട് സ്മിതയുടെ പേരിൽ ഭാഗമായി മാറി. സ്മിത സിൽക്ക് സ്മിതയായി. 1982 പുറത്തിറങ്ങിയ രജനികാന്ത് ചിത്രം മുണ്ട്രു മുഖമാണ് സിൽക്ക് സ്മിതയുടെ കരിയറിൽ വഴിത്തിരിവായത്. ആ ചിത്രത്തോടെ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ മാദക സൗന്ദര്യമായി സ്മിത വാഴ്ത്തപ്പെട്ടു. 1980കളിൽ ഏറ്റവും തിരക്കുള്ള താരങ്ങളിൽ ഒരാളായി സ്മിത മാറി. നിർമ്മാതാക്കൾ അവരുടെ ഡേറ്റ് വാങ്ങിയ ശേഷം സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങേണ്ട തലത്തിൽ പ്രശസ്തി വളർന്നു. അത്രയ്ക്കായിരുന്നു സ്മിതയുടെ ആരാധക മൂല്യം. തിരക്കുള്ള നടിയായിരുന്നുവെങ്കിലും വ്യക്തിബന്ധങ്ങൾ വളരെ കുറവായിരുന്നു സിൽക്ക് സ്മിതയ്ക്ക്. തന്റെ കരിയറിലെ തീരുമാനങ്ങൾ സ്മിത ഒരിക്കലും ദുഃഖിച്ചിരുന്നില്ല. താനെടുത്ത തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തം തന്റേത് മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന താരത്തിന് പ്രത്യേകിച്ച് പരാതികളും ഉണ്ടായിരുന്നില്ല. മൃദുലമായി സംസാരിക്കുന്ന കുട്ടികളുടെ പോലെ സ്വഭാവമുള്ള ആളെന്നാണ് സഹപ്രവർത്തകർ സ്മിതയെ വിശേഷിപ്പിക്കുന്നത്.